എബ്രഹാം ഉടമ്പടി പൊടി തട്ടിയെടുക്കാൻ ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിനിടയിൽ വീണ്ടും ശ്രമം നടത്തുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് അമേരിക്ക എല്ലാവരെയും. മധ്യസ്ഥനായി ഒരുപാട് സേവനങ്ങൾ ചെയ്ത പാകിസ്ഥാനെ സ്നേഹപൂർവ്വം എബ്രഹാം അക്കോർഡിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വളരെ സ്നേഹവും പ്രണയവും കാണിച്ചുവെങ്കിലും തൽക്കാലം പാകിസ്ഥാൻ നിരാകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇസ്രയേലുമായി തങ്ങൾക്കൊരു ചങ്ങാത്തവും ചരിത്രപരമായി പറ്റാത്ത കാര്യമാണെന്നും അതുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമില്ലെന്നുമൊക്കെയാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് പാകിസ്ഥാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. അങ്ങനൊരു സംഗതിയിൽ ചേരുന്നവർക്ക് തിരിച്ച് പാകിസ്ഥാനിൽ എത്താൻ പറ്റില്ല. കാരണം എത്തിയാൽ അവിടുത്തെ നാട്ടുകാരെല്ലാവരും വിവരമറിയിക്കും. ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് 2020 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഒപ്പിട്ട ഒരു കൂട്ടം കരാറുകളാണ്. ഈ കരാറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രയേലിനെ എല്ലാ അറബ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക. അവർ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ അവരുടെ മനസ്സിലുള്ള ഒരു ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്നൊരു സ്വപ്നമുണ്ടല്ലോ, പതിയെ പതിയെ കയറി അവിടുത്തെ മാർക്കറ്റ് കൈയടക്കി, അവിടുത്തെ വിപണി കൈയടക്കി, അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളിൽ തന്ത്രപരമായ പങ്കുണ്ടാക്കി അതിനെ വളർത്തിയെടുക്കുന്നതിനാണ് ഈ എബ്രഹാം അക്കോർഡ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ തന്നെ പറയാനൊരു കാരണം കൂടി എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകളുമൊക്കെയായി ബന്ധപ്പെട്ടതാണല്ലോ ഈദുൽ അദ്ഹ അഥവാ വലിയ പെരുന്നാൾ. അതിന് യോജിക്കുന്ന ഒരു പേരാണ് ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞിട്ടത്. കാരണം ജൂദായിസവും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാം മതവുമെല്ലാം കോമണായി പരിഗണിക്കപ്പെടുന്ന അതിൻ്റെ അവസാനത്തെ കൺവെർജിങ് പോയിൻ്റാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഥവാ എബ്രഹാം എന്ന് വിളിക്കുന്നത്. അവിടെ നിന്നാണല്ലോ വിവിധ ശാഖകൾ വേർതിരിയുന്നത്. അതുകൊണ്ട് വളരെ വൈകാരികമായി ആ ശാഖയിൽ കൊണ്ടുപോയി കെട്ടി അതിനെ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന് യോജിക്കുന്ന തരത്തിലുള്ളൊരു തന്ത്രപരമായ പേരാണ് എബ്രഹാം അക്കോർഡ് എന്ന പേരിൽ ഉണ്ടാക്കിയത്. ഈ അക്കോർഡ് 2020 സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതുപോലെ തന്നെ ബഹ്റൈനും പെതിയെ അതിനുള്ളിൽ അങ്ങ് കയറി വളരെ സുഖസമൃദ്ധമായി ആ അക്കോർഡിൻ്റെ ഭാഗമായി തീർന്നു. പിന്നീട് സുഡാനെ പോലെയുള്ള ചില ചെറിയ രാജ്യങ്ങളും വന്നു. എന്നാൽ ബാക്കി ഒരു അറബ് രാജ്യങ്ങളും ഈ എബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമാകാനോ ഇസ്രയേലുമായി സഹകരിക്കാനോ പ്രത്യക്ഷത്തിൽ തയ്യാറല്ല. പ്രത്യക്ഷത്തിലെന്ന വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം പരോക്ഷമായി സഹകരിക്കുന്ന പലരുമുണ്ട്. അമേരിക്കൻ അങ്കിളിന് വിഷമം ഉണ്ടാവാതിരിക്കാൻ, ഇസ്രയേൽ അങ്കിളിനെ സുഖിപ്പിക്കാൻ ഒക്കെയായി ചേരുന്നവരുണ്ട്. പക്ഷേ പ്രത്യക്ഷമായി ആരും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ യുദ്ധവിരാമത്തിനോടനുബന്ധിച്ച് എബ്രഹാം അക്കോർഡ് കൂടി പൊടി തട്ടിയെടുക്കണം എന്ന് പറയുന്ന താല്പര്യം ഇസ്രയേലിനുണ്ട്. എന്ന് വെച്ചാൽ ഇറാനുമായി എല്ലാം സമന്വയപ്പെടുമ്പോൾ അറബ് രാജ്യങ്ങളെല്ലാവരും കൂടി ചേർന്ന് ആരെ കെട്ടിപ്പിടിക്കണം? എല്ലാ മണിക്കൂറിലും ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ലോകത്തിലെ ക്രിമിനൽ കോടതി ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ച നെതന്യാഹു നേതൃത്വം നൽകുന്ന ഇസ്രയേലിനെ കെട്ടിപ്പിടിക്കണം എന്ന് പറയുന്നൊരു മോഹമുണ്ട്. അത് ഒരുപാട് മുതലാളിമാർക്ക് മനസ്സിലുണ്ടെങ്കിലും പുറമേ പറയാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ എബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമാകണം തങ്ങളെന്ന് പറഞ്ഞപ്പോൾ നിരാകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയത്.